സ്വിംഗ് ട്രേഡിങ്ങിന് അനുയോജ്യമായ ഓഹരികൾ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുക? നിലവിൽ മാർക്കറ്റിൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന സെക്ടർ ഏതാണെന്ന് മനസ്സിലാക്കുക. ഇപ്പം മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ റിവേഴ്സലായ സമയത്ത് ഏറ്റവും സ്ട്രോങ് ആയി നിന്നിട്ടുള്ളത് എനർജി സെക്ടറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അഡാനി പവർ, ക്യൂ പവർ, ഇല്ലെങ്കിൽ TD പവർ സിസ്റ്റം, അങ്ങനെ നിരവധി സ്റ്റോക്കുകൾ 25-30% റാലി നടത്തി. അപ്പം നമുക്ക് നമ്മളുടെ മാർക്കറ്റിൽ ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്ന സെക്ടറുകൾ ഏതാണ്, അല്ലെങ്കിൽ നിലവിൽ ബ്രേക്ക് ഔട്ട് തരാൻ സാധ്യതയുള്ള സെക്ടറുകൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിലെ സ്റ്റോക്കുകൾ പരിശോധിച്ച് നമുക്ക് സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജോലിക്ക് പോകുന്നവർക്ക് കുറച്ചും കൂടെ ഈസി സ്വിംഗ് ട്രേഡിംഗ് ആണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും ജോലിക്ക് പോകുന്നവരായാലും ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് നമുക്ക് സ്ക്രീനിൽ നോക്കിയിരിക്കാൻ പറ്റാത്തവർക്കും രണ്ട് രീതിയാണുള്ളത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ്, ഇല്ലെങ്കിൽ ട്രേഡിങ്. അപ്പം ഒരു പാസീവ് ആയിട്ടുള്ളൊരു ഇൻകം പ്രതീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രേഡിംഗ് ആണ് സ്യൂട്ടബിൾ. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് എൻഡ് ഓഫ് ദി ഡേ മാർക്കറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന്, നമ്മളുടെ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകുന്നേരം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് ഏതൊക്കെ സ്റ്റോക്കാണ് മൂവ് ചെയ്തത്, ഇന്ന് ഏതൊക്കെ സെക്ടറാണ് മൂവ് ചെയ്തത്, അതിൻ്റെ ചാർട്ടുകൾ പരിശോധിച്ച് ഇതിന് എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് GTT ഓർഡറോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം മാർക്കറ്റിൽ നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് തരുവാണെന്നുണ്ടെങ്കിൽ GTT ഓർഡർ ട്രിഗർ ആയിക്കോളും, അവിടെ ട്രേഡിങ് നടന്നോളും. നമ്മൾ കണ്ടിന്യൂസ് അത് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ 1-2 തവണ മാത്രം നോക്കിയാൽ മതി. ഇനി ഡെയിലി നമുക്കിത് ചെയ്യാൻ സമയമില്ലെങ്കിലും വീക്കിലി ഒരു മണിക്കൂർ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ വീക്കിലി ഞാൻ ഇതേപോലെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച ഏത് സ്റ്റോക്കുകളാണ് മൂവ് ചെയ്തത്, ഏത് സെക്ടറുകളാണ് മൂവ് ചെയ്തതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ചാർട്ട് പാറ്റേൺസ് പരിശോധിച്ച് എൻഡ് ഓഫ് ദി ഡേയോ ഇല്ലെങ്കിൽ സൺഡേയോ നമുക്ക് ഇതേപോലെ ഓർഡർ പ്ലേസ് ചെയ്തിടാൻ പറ്റും. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് നോക്കേണ്ടി വരുന്നില്ല. അപ്പം തീർച്ചയായിട്ടും ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഇല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിൽ ബിസി ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്വിംഗ് ട്രേഡിംഗ് തന്നെയാണ്. ഒരു ഓഹരി എത്ര നാൾ നമ്മൾ കൈവശം വെക്കണം? അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് വിറ്റ് ലാഭം എടുക്കേണ്ടത്? അത് എന്തുകൊണ്ട് മേടിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു 10% സ്റ്റോപ്പ് ലോസിലാണ് ഒരു സ്റ്റോക്കിൽ കയറുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ടാർഗറ്റ് 30% ആണ്. ഇതിലേതെങ്കിലും ഒന്ന് ഹിറ്റ് ആകുന്ന സമയത്തായിരിക്കും ഞാൻ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് 2-3 ദിവസം കൊണ്ട് ആ ഒരു 30% ടാർഗറ്റ് അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. ചില ദിവസം എൻട്രി എടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ആ 10% സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് ആ ഒരു 30% ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസങ്ങൾ എടുക്കുന്ന സമയമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്ര ദിവസം എന്ന് പറഞ്ഞൊരു റൂള് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സ്വിംഗ് ട്രേഡിങ്ങിന് അനുയോജ്യമായ സമയം മാർക്കറ്റ് ഇടിയുന്നതാണോ അതോ മാർക്കറ്റ് കയറുന്നതാണോ? തീർച്ചയായിട്ടും ബുള്ളിഷ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. മാർക്കറ്റ് ഇടിയുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഒരു ഇൻവെസ്റ്റർക്കാണ് ഓപ്പർച്യൂണിറ്റി. സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന മെജോറിറ്റി സ്റ്റോക്കുകൾ ഇല്ലെങ്കിൽ അവർ വാച്ച് ചെയ്യുന്ന മെജോറിറ്റി സ്റ്റോക്കുകൾ താഴോട്ട് പോകുന്ന ഒരു സമയമായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ട്രേഡ് എടുത്താൽ പോലും നമുക്ക് വലിയ നഷ്ടം വരാനാണ് സാധ്യത. അപ്പം എപ്പോഴും മാർക്കറ്റ് സ്ട്രോങ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ബുള്ളിഷ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ മാത്രമേ ഒരു സ്വിംഗ് ട്രേഡർക്ക് ട്രേഡ് എടുക്കാനും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ.